ഓക്കെ, ക്രീപ്പ് ടെസ്റ്റ്. സോ ക്രീപ്പ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ അഗെയിൻ ക്രീപ്പ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്രീപ്പ് കർവ് എങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു. എങ്ങനെ ക്രീപ്പ് കർവ് വരയ്ക്കുന്നത്? ക്രീപ്പ് കർവ് എങ്ങനെ വരയ്ക്കുന്നത്? 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ 3 പാരാമീറ്റേഴ്സ്? സ്ട്രെസ്, പിന്നെന്താണ്? ഇതിനകത്ത് ഏതൊക്കെ കോൺസ്റ്റന്റ് ആക്കി എടുത്തിട്ടുണ്ട്? കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ടൈം വേരി ചെയ്യുന്നത് നമ്മൾ എന്തോ മെഷർ ചെയ്യുന്നത്? എന്താ മെഷർ ചെയ്യുന്നത്? ഡിഫോർമേഷൻ അല്ലെങ്കിൽ എന്ത് പറയാം, സ്ട്രെയിൻ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ സ്ട്രെയിനും ഇവിടെ ടൈമും, അതിന്റെ കർവ് കിട്ടും അല്ലെ? അത് കർവ് ഇങ്ങനെ പഠിച്ചു. ആ കർവിന്റെ 3 പാർട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇതെല്ലാം പഠിച്ചില്ലേ? പഠിച്ചു. ഇനി ആ ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രീപ്പ് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് to determine the continuing change in the deformation of material at the elevated temperature when the stress is below the yield point. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേന് yield പോയിന്റിലെക്കാളും കുറവായിരിക്കും. പക്ഷെ എലിവേറ്റഡ് ടെമ്പറേച്ചറിനകത്ത് എങ്ങനെയാണ് ഡിഫോർമേഷൻ എഫക്ട് ചെയ്യുന്നത് എന്നാണ് ക്രീപ്പ് ടെസ്റ്റ് അതോടെ നമ്മൾ ചെയ്യുമ്പോൾ. 4 വേരിയബിൾസ് ആർ മെഷേർഡ് ഡ്യൂറിംഗ് ക്രീപ്പ് ടെസ്റ്റ് ആണ്. എന്തൊക്കെ 4 വേരിയബിൾസ്? ഒന്ന് സ്ട്രെസ് ഇവിടെ ഉണ്ട്. സ്ട്രെസ് കൊടുക്കുന്ന സ്ട്രെസ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ആണ് സ്ട്രെയിൻ. പിന്നെ എന്താണ്? ടെമ്പറേച്ചർ, ടൈമും നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെ? അത് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ബൈ അപ്ലൈങ് ഫിക്സഡ് ലോഡ് ഓർ സ്ട്രെസ്. അപ്പൊ ടെമ്പറേച്ചറും സ്ട്രെസ്സും എന്താണ്? ടെമ്പറേച്ചർ സ്ട്രെസ് എന്താ ഇവിടെ നോക്കി? ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ഇത് പറഞ്ഞേക്കുന്നത്. The test is carried out at എന്ത് പറഞ്ഞേക്കുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ബൈ അപ്ലൈങ് എ ഫിക്സഡ് ലോഡും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ലോഡ് ഓഫ് സ്ട്രെസ്. അപ്പൊ സ്ട്രെസ്സും കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണോ? എന്നിട്ട് നമ്മൾ എന്തുവാ നോട്ട് ചെയ്യുന്നത്? എന്തുവാ ടെമ്പറേച്ചർ സ്ട്രെസ്സും കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്തുവാ നോട്ട് ചെയ്യുന്നത്? എന്താണ് നോട്ട് ചെയ്ത്? നിങ്ങൾ പറഞ്ഞു. ഇത്രയേ ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? ഇൻഡ്യൂസ് സ്ട്രെയിൻ, അതായത് ഡീഫോർമേഷൻ നമ്മൾ ഓരോ ടൈം ഇന്റർവെല്ലിലുള്ള ഡീഫോർമേഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നു അല്ലെ? ഇൻഡ്യൂസ് സ്ട്രെയിൻ സ്പെസിഫൈഡ് ഈസ് നോട്ടഡ് അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പൊ സ്പെസിമെൻ, അപ്പൊ നമ്മൾ എങ്ങനെ ക്രീപ്പ് ടെസ്റ്റ് എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞു. ക്രീപ്പ് ടെസ്റ്റ് 4 പാരാമീറ്റേഴ്സ് ഉണ്ട്. സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെന്തുവാ, ടൈം ഉണ്ട്. നമ്മൾ എന്തൊക്കെ സ്ട്രെസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് അല്ലെ? എന്നിട്ട് ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്തോ നോട്ട് ചെയ്യുന്നത്? സ്ട്രെയിൻ അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ആണോ? ക്ലിയർ ആയോ? എങ്ങനെയാണ് ക്രീപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? സ്ട്രെസ്, സ്ട്രെയിൻ, ടെമ്പറേച്ചർ, ടൈം ഉണ്ട്. സ്ട്രെസ് കോൺസ്റ്റന്റ് ആക്കി, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി, നമ്മൾ എന്ത് നോട്ട് ചെയ്യുന്നു? എന്ത് നോട്ട് ചെയ്യുന്നത്? എന്തുവാ? സ്ട്രെസ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തോ നോട്ട് ചെയ്യുന്നത്? റെഗുലർ ടൈം ഇന്റർവെല്ലിൽ എന്തോ നോട്ട് ചെയ്യുന്നത്? സ്ട്രെയിൻ നോട്ട് ചെയ്യുന്നു അല്ലെ? അങ്ങനെയാണ് നമ്മൾ കർവ് വരയ്ക്കുന്നത്. ഈ കർവ് എന്ന് പറയുമ്പോഴത്തേന് y ആക്സിസിൽ നമുക്ക് എന്തോ ഉള്ളത്? സ്ട്രെയിൻ ആണ്. എക്സ് ആക്സിൽ എന്തോ ഉള്ളത്? ടൈം ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കർവ് ഒക്കെ കിട്ടുന്നത് കേട്ടോ. But the specimen of same dimension of used for tensile test is usually employed for creep test. നിങ്ങൾക്ക് ലാബിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ലാബിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ?
ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ലാഭില്ലേ? അപ്പൊ S7-കാർക്ക് ലാബ് 10-ാം തീയതിയാണ്. അപ്പൊ എന്താ ചോദിച്ചില്ല, എനിക്ക് ലാഭില്ലേന്ന് ചോദിച്ചു. MT ലാബ് ഇല്ലേ, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് റെക്കോർഡ് ചെയ്താൽ മാത്രമേ ഉണ്ടുള്ളൂ. എനിക്ക് അറിയത്തില്ല എന്താണ് അങ്ങനെ പറഞ്ഞത്. S7-കാർക്ക് വെച്ചിട്ടുണ്ട് ലാബ് 10-ാം തീയതി ലാബ്. അന്ന് എല്ലാ എക്സ്പെരിമെന്റും വന്ന് ചെയ്യിപ്പിക്കും. ആ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ആ ലാബൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഈ 3rd സെമസ്റ്ററിലുള്ളത് സെൻട്രോ മെറ്റീരിയൽ ലാബും എനിക്ക് തോന്നുന്നു FM ലാബും ആണെന്ന് തോന്നുന്നു. അപ്പൊ FM ലാബിന്റെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, തിയറി ഒക്കെ പഠിച്ചില്ലേ? ആ പഠിച്ച തിയറി ഒക്കെ നിങ്ങൾ FM ലാബിലാണ് ചെന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത്. പിന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിച്ചില്ലേ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നത് ഇതിനകത്താണ്. ഏതാ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബിനകത്താണ്. അപ്പൊ ആ 2 ലാബും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാബാണ്. അപ്പൊ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കത്തില്ല. എന്നാലും ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ലാബിന്റെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് ടെസ്റ്റ് ഉണ്ട്, UTME ചെയ്യുന്നതാണ്, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ടെൻസൈൽ ടെസ്റ്റ് ആണ്. അപ്പൊ ആ ടെൻസൈൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്പെസിമെന്റ് ഒരു ഡയമെൻഷൻ ഒക്കെ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഒക്കെ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഡയമെൻഷനിൽ സ്പെസിമെന്റ് കട്ട് ചെയ്ത് നമ്മളത് ഫിനിഷ് ഒക്കെ ചെയ്തെടുക്കണം. അപ്പൊ ആ ടെൻസൈൽ ടെസ്റ്റിന് എത്ര ഡയമെൻഷൻ ആണോ എടുക്കുന്നത്, അതേ ഡയമെൻഷൻ തന്നെയാണ് നമ്മളിവിടെ എന്തിനും എടുക്കുന്നത്, ക്രീപ്പ് ടെസ്റ്റിനും എടുക്കുന്നത്. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കോൺസ്റ്റന്റ് ലോഡും പിന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു സെറ്റപ്പ് ഉണ്ട്. കണ്ടോ, ഈ സെറ്റപ്പ് ഉണ്ട്. ഈ സെറ്റപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ, അപ്പോൾ ഇൻ ഓർഡർ ടു കണ്ടക്ട് ദ ക്രീപ്പ് ടെസ്റ്റ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ, നമ്മൾ സാധാരണ ഏത് ടെമ്പറേച്ചറിലാണ് ക്രീപ്പ് പ്രോമിനന്റ് ആവുന്നത്? ഏത് ടെമ്പറേച്ചറിലാണ്? 0.4 TM ആണ് creep prominent. So in order to conduct creep test at elevated temperature, the specimen need to be placed in an electrical furnace. In a electrical furnace. അപ്പൊ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ക്രീപ്പിന്റെ എഫക്റ്റ് ഉണ്ടാവുമോ? റൂം ടെമ്പറേച്ചറിലെ ക്രീപ്പ് എഫക്ട്, റൂം ടെമ്പറേച്ചർ 34 to 37 ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ അയണിന്റെ ക്രീപ്പ് ടെസ്റ്റ് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീലിന്റെ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സ്റ്റീലിന്റെ ക്രീപ്പ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ അതിന് ക്രീപ്പിന്റെ എഫക്ട് ഉണ്ടാവുമോ? ക്രീപ്പ് ഡീഫോർമേഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മളൊരു എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എന്തുകൂടെ വേണം? ഒരു ഇലക്ട്രിക്കൽ ഫർണസ് കൂടെ വേണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നൗ ദ സ്പെസിമെൻ ക്യാൻ ബി ഹീറ്റഡ് ടു എ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് അറ്റ് ദ സെയിം ടൈം എ കോൺസ്റ്റന്റ് ലോഡ് ഈസ് അപ്ലൈഡ് യൂസിങ് ദ സെറ്റപ്പ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നത്? ഹീറ്റ് ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ ഒരു 120 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റ് ചെയ്യുന്നത്, 120 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ ആണ് കീപ്പ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറഞ്ഞ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ലോഡ് വന്നു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ 120 ഡിഗ്രി സെൽഷ്യസിലോട്ട് കീപ്പ് ചെയ്ത് ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് അതിനുശേഷം ലോഡും കോൺസ്റ്റന്റ് അല്ലേ? ലോഡ് നമ്മളിപ്പോ ഒരു 5 കിലോന്യൂട്ടൺ കൊടുക്കുന്നത് കണ്ടാ, 5 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവുന്നതിനും വരെയും ഈ രണ്ട് പാരാമീറ്റേഴ്സ് സെയിം ആയിരിക്കും. അതായത് ലോഡ് 5 കിലോന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഫെയിൽ ആവുന്നതിനും വരെ അത് തന്നെ ആയിരിക്കും. ടെമ്പറേച്ചർ 120 കൊടുത്തു കഴിഞ്ഞാൽ ഫെയിൽ ആവുന്നതിനും വരെ ആ ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് മെഷർ ചെയ്യേണ്ടത്? ലോഡും ടെമ്പറേച്ചറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെഷർ ചെയ്യേണ്ടത്? ദ റിസൾട്ടിങ് എന്താണ്? എന്ത് മെഷർ ചെയ്യണ്ടേ? എന്ത് വേണം മെഷർ ചെയ്യേണ്ടത്? ഡീഫോർമേഷൻ അല്ലെങ്കിൽ strain ആണ് മെഷർ ചെയ്യേണ്ടത് അല്ലെ? ഇത് റിസൾട്ടിംഗ് സ്ട്രെയിൻ ഓഫ് ഇൻ ദ സ്പെസിമെൻ ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദി സ്ട്രെയിൻ ഗേജ് ഓർ എക്സ്റ്റൻഷ്യോമീറ്റർ അല്ലെ? എക്സ്റ്റൻഷ്യോമീറ്റർ അല്ലെങ്കിൽ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്ത് നമുക്ക് നിങ്ങൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനകത്ത് ടെൻസൈൽ ടെസ്റ്റ് ചെയ്യും നിങ്ങൾ MT ലാബിനകത്ത്. അതിനകത്തും സെയിം രീതിയിലാണ് കൊടുക്കുക. നിങ്ങൾ ലോഡ് കൊടുക്കും, ആ ലോഡിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീഫോർമേഷൻ നിങ്ങൾ നോട്ട് ചെയ്യും.
പിന്നെ അടുത്ത ലോഡ് കൂട്ടി കൊടുക്കും, വീണ്ടും അതിന് കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ നിങ്ങൾ നോട്ട് ചെയ്യും. പിന്നെ അടുത്ത ലോഡ് കൊടുക്കും, വീണ്ടും അതിന് കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ ഉണ്ട്. അങ്ങനെ ലോഡ് കൊടുത്ത് ഓരോ ലോഡിലും ഓരോ ഡിഫോർമേഷൻ നോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേന് അത് പൊട്ടിപ്പോകും. അപ്പൊ ഏത് ലോഡിലാണ് ആ ഒരു മെറ്റീരിയൽ പെട്ടിപ്പോകും നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. അപ്പൊ ചില ഒരു പോയിന്റ് വരെ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. ആ ഒരു ഏരിയ പറയുന്ന പോലെ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു അല്ലെ. ഈൽഡ് ലിമിറ്റ്, അപ്പർ ഈൽഡ് ലിമിറ്റ്, ലോവർ ഈൽഡ് ലിമിറ്റ്, അതെല്ലാം നമുക്ക് യൂടിഎമ്മിലൂടെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ഇത്രയും നാളെ കാണാൻ പഠിച്ചൊരു കർവ് ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഇത്രയും നാളെ എല്ലാത്തിനും അത് ഇങ്ങനെ പഠിച്ചൊരു കർവില്ലേ, ഓർമ്മയുണ്ടോ? എന്ത് കർവാ? ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒക്കെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കുന്നു, പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, ആ കാണിച്ചിരിക്കുന്ന വാല്യൂ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ ക്രീപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്രീപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ലോഡ് കൂട്ടി കൊടുക്കുന്നില്ല, ലോഡ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ടെമ്പറേച്ചറും കൂട്ടി കൊടുക്കുന്നില്ല, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട് കണ്ടോ, ഇതാണ് ഇത്. പിന്നെ നമുക്ക് ഈ ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചറിലാണ് ക്രീപ്പിന്റെ എഫക്റ്റ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ സ്പെസിമെൻ നടുക്കിരിക്കുന്നത്. ഈ സ്പെസിമെനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫർണസിനകത്താണ് ഇത് സിംബോളിക്കലി കാണിച്ചേക്കോട്ടോ. ഈ സ്പെസിമെന്റെ ചുറ്റും എന്താണ് ഫർണസ് ഉണ്ട്. ആ ഫർണസിനകത്തോട്ടാണ് ഈ സ്പെസിമെൻ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഫർണസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിമെനെ ഹീറ്റ് ചെയ്യാം. പിന്നെ ഈ ലോഡ് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ ലോഡ് കൊടുക്കുന്നത് നമുക്ക് ഈ ഹാൻഡിൽ വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഇവിടെ ലോഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എത്രമാത്രം ലോഡാണ് അതിനകത്ത് കൊടുക്കേണ്ടത് ആ ലോഡ് നമുക്ക് കൊടുക്കാം. അപ്പൊ എന്നിട്ട് ഇവിടെ ഒരു എക്സ്റ്റൻഷോമീറ്റർ ഉണ്ടായിരിക്കും ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ആ എക്സ്റ്റൻഷോമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാം, സ്ട്രെയിൻ മെഷർ ചെയ്യാം. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നു അല്ലെ. ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ സ്ട്രെയിൻ ഓഫ് സ്പെസിമെൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈസ് പ്ലോട്ടഡ് അഗേൻസ്റ്റ് ടൈം ടു ഒബ്റ്റെയിൻ creep curve. This characteristics of creep studied is based on the creep curve obtained. അപ്പൊ നമ്മൾ ചേഞ്ചിങ് ലെങ്ത് ഓരോ ടൈമിലുള്ള ഡീഫോർമേഷൻ നോട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, സ്ട്രെയിനും പിന്നെ ഇവിടെ എന്താണ് ടൈമും അല്ലെ. നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഇനിഷ്യലി ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അത് ആ സ്ട്രെയിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ അല്ലേ. അതിനുശേഷം പിന്നെ എന്താണ്, ഇങ്ങനെ സ്ട്രെയിൻ കൂടുന്നു, പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു, പിന്നെ ഇങ്ങനെ വന്നു അല്ലെ. അപ്പൊ ഈ ഒരു റീജിയനെ പറയുന്നത് എന്താണ്, പ്രൈമറി. ഈ ഇതിനെ പറയുന്നവരാണ് സെക്കൻഡറി, ഇത് നമ്മൾ ടെർഷ്യറി അല്ലെ. നമ്മൾ പഠിച്ചതാ. അപ്പൊ മനസ്സിലാവും എങ്ങനെയാ ക്രീപ്പ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. നീ പറയണം, ക്രീപ്പ് ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലാവും. ഏതാ കേട്ടില്ല. ടൈം കൂടുതലുണ്ട്. ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ടെമ്പറേച്ചർ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ വെക്കും. ടെമ്പറേച്ചർ നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ സ്പെസിമെൻ ആയിരിക്കത്തില്ലേ, നമ്മൾ വലിയ സ്പെസിമെൻ ആയിരിക്കത്തില്ലല്ലോ എടുക്കുന്നത്, ചെറിയ സ്പെസിമെൻ ആയിരിക്കും എടുക്കുന്നത്. ആ സ്പെസിമെന് ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോഴത്തേന് അവിടെ ആ ചെറിയൊരു സ്ട്രെസ്സിൽ തന്നെ ക്രീപ്പ് ഉണ്ടാകും. ആ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എങ്കിലും നമ്മൾ സാധാരണ ഒരു വലിയൊരു ബ്രിഡ്ജിന്റെയോ അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് റൂഫ് സ്ലാബിന്റെയോ ഒക്കെ അത്രയും ടൈം ഒന്നും എടുക്കത്തില്ല ചെറിയൊരു സ്പെസിമെന്റ് അകത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ. ടൈം എടുക്കും. നമുക്ക് മറ്റേ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അത് ചെയ്യുന്ന മാതിരി 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഒന്നും ചെയ്ത് തീരാൻ പറ്റത്തില്ല, അതിന് സമയം എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് ക്രീപ്പിനകത്ത് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞ മാസം നടന്ന സപ്ലിമെന്ററി എക്സാമിനേഷൻ ചോദിച്ച ടോപ്പിക്കാണ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി. സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി റിഫേഴ്സ് ടു എബിലിറ്റി ഓഫ് പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താ, സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്,
അതെ. അപ്പൊ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി റിഫേഴ്സ് ടു എബിലിറ്റി ഓഫ് സം മെറ്റീരിയൽ ആൻഡ് അലോയ്സ് സച്ച് ആസ് അലൂമിനിയം, ടൈറ്റാനിയം, അങ്ങനെ ചില മെറ്റീരിയൽസിന് ടു ഡിഫോം ആസ് മച്ച് ആസ് 2000% അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ ആൻഡ് ലോ സ്ലോ ലോഡിംഗ് റേറ്റ്. അതായത് ഇനി പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ ആവാതെ മാക്സിമം ഡീഫോർമേഷൻ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് പ്ലാസ്റ്റിസിറ്റി. പക്ഷെ നോർമൽ ടെമ്പറേച്ചറിൽ ഒരു പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. പക്ഷെ ചില മെറ്റീരിയൽസ് ആയ അലൂമിനിയം, ടൈറ്റാനിയം എന്നീ അലോയ്സിന്റെ പ്ലാസ്റ്റിസിറ്റി ഒരു 2000% വരെ 2000% ഒരു കൂടും. എപ്പോൾ? രണ്ട് കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്തുവാ? എലിവേറ്റഡ് ടെമ്പറേച്ചർ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തുവാ? സ്ലോ ലോഡിംഗ് റേറ്റ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എലിവേറ്റഡ് ടെമ്പറേച്ചറില ഈ ഒരു മെറ്റീരിയൽസിന് ഫെയിൽ ആവാതെ ഡീഫോർമേഷൻ വിധേയമാകുന്നുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ്. അതാണ് അവർ അത്രയും എക്സാജറേറ്റഡ് ഫിഗർ കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും ശതമാനം വരെ കൂടാൻ ചാൻസ് ഉണ്ട് ആ ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവാനുള്ള ഒരു എബിലിറ്റി. ഇപ്പൊ ദീസ് അലോയ്സ് പക്ഷെ ഈ അലോയ്സ് ഡു നോട്ട് ബിഹേവ് സൂപ്പർ പ്ലാസ്റ്റിക്കലി വെൻ ലോഡഡ് അണ്ടർ നോർമൽ ടെമ്പറേച്ചറിൽ ഈ ഒരു സൂപ്പർ പ്ലാസ്റ്റിസിറ്റി കാണത്തില്ല. എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ മാത്രമേ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി കാണത്തുള്ളൂ. അങ്ങനെ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി മീറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസിന് ചില മെറ്റീരിയൽ ആൻഡ് ലോഡിംഗ് പ്രോസസ്സ് മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെറ്റീരിയൽ, ഇപ്പൊ അലൂമിനിയം അല്ലെങ്കിൽ ടൈറ്റാനിയം പോലുള്ള അലോയ്സ് സൂപ്പർ പ്ലാസ്റ്റിക് അലോയ്സ് ആയിട്ട് സൂപ്പർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആയിട്ട് ബിഹേവ് ചെയ്തുള്ളൂ. ഫസ്റ്റ് വൺ, മെറ്റീരിയൽസ് മസ്റ്റ് പൊസസ് വെരി ഫൈൻ ഗ്രെയിൻ സൈസ്. ഒന്നാമത്തെ ക്യാരക്ടറാണ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഫൈൻ ഗ്രെയിൻ സൈസ് ആയിട്ട്, അതായത് 5 മുതൽ 10 മൈക്രോമീറ്റർ വരെ ആകണം. രണ്ടാമത്തത് ഇറ്റ് മസ്റ്റ് ബി ഹൈലി സ്ട്രെയിൻ റേറ്റ് സെൻസിറ്റീവ് ആയിരിക്കണം. മൂന്നാമത്തത് എ ഹൈ ലോഡിംഗ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 50% ഓഫ് ദി മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അപ്പൊ ടെമ്പറേച്ചർ എന്തായാലും നോർമൽ ടെമ്പറേച്ചറിൽ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവത്തില്ല. ആ ടെമ്പറേച്ചർ മിനിമം 50%, 0.5 ടൈംസ് ഇത് മെൽറ്റിംഗ് പോയിന്റ് ഇങ്ങനെ ഉണ്ടാക്കി മാത്രമേ അവിടെ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാകത്തുള്ളൂ. ലാസ്റ്റ് വണ് ലോ ആൻഡ് കൺട്രോൾഡ് സ്ട്രെയിൻ റേറ്റ്. സ്ട്രെയിൻ കൊടുക്കുന്ന റേറ്റ്, സ്ട്രെയിൻ ഉണ്ടാവുന്ന റേറ്റ് വളരെ സ്ലോ ആയിരിക്കണം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് 0.01 മുതൽ 0.001 സെക്കൻഡ് റേറ്റ് മൈനസ്. ഈ 4 കണ്ടീഷൻസ് ആണ് സൂപ്പർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഇത്രയാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി, വാട്ട് ആർ ദ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ മെറ്റീരിയൽ ടു ബിഹേവ് ആസ് എ സൂപ്പർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അപ്പൊ ഈ 4 സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മെറ്റീരിയലിന് ഫെയിൽ ആകാതെ മാക്സിമം ഡീഫോർമേഷൻ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പറഞ്ഞപ്പോഴാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേന്. അപ്പൊ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഡീഫോർമേഷൻ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എക്സസ് ആണ് ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡീഫോർമേഷനെ പറയുന്നത് അതിനൊരു സൂപ്പർ പ്ലാസ്റ്റിസിറ്റി. അപ്പൊ അത് എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ മാത്രം നടക്കത്തില്ല. അങ്ങനെ എലിവേറ്റഡ് ടെമ്പറേച്ചർ മാത്രം പോരാ, ഒരു സ്ലോ റോഡിംഗ് റേറ്റ് കൂടെ വേണം. അങ്ങനെ 4 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്മോൾ ഗ്രെയിൻ സൈസ്, സെക്കൻഡ് വൺ സ്ട്രെയിൻ റേറ്റ് സെൻസിറ്റീവ്, തേർഡ് വൺ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം, ഫോർത്ത് വൺ കൺട്രോൾഡ് സ്ട്രെയിൻ റേറ്റ്. അപ്പൊ നമുക്ക് ഈ ക്രീപ്പ്, ഫ്രാക്ചർ, ഫറ്റീഗ്, ക്രീപ്പ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയാണ് പഠിക്കാനുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേന് സൂപ്പർ പ്ലാസ്റ്റിസിറ്റിയുടെ പ്രത്യേകത എന്താണ്? സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? ഡീഫോർമേഷൻ എക്സസ് ആയിട്ട് കൂടത്തില്ലേ. സോ ദ പ്രോപ്പർട്ടി ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഇൻ യൂസ് ഓഫ് മെറ്റൽ ഫോമിംഗ് ലൈക്ക് thermoforming, blow forming, vacuum forming, deep drawing, etc. The production of large complex shaped products. അതായത് നമുക്കിപ്പോ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സ് ഉള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കണം. നമ്മളിപ്പോ ഇൻട്രിക്കേറ്റ് ഷേപ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറയുവാണ്, ഇപ്പൊ നമ്മളൊരു പിസ്റ്റൺ എടുക്കുന്നു, അല്ലെങ്കിൽ പിസ്റ്റൺ വേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് എടുക്കുന്നു, ഒരു വിൻഡ് മില്ല് വേണ്ട, ഒരു വിൻഡ് മില്ല് എടുക്കുന്നു വേണ്ട, ഒരു വിൻഡ് മില്ല്
ഈ വിൻഡ് മില്ലിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേന് അത് ഈ കർവും ഈ ഒരു കർവേച്ചറും അതിന്റെ ഈ സംഭവമൊക്കെ കറക്റ്റ് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ, കാസ്റ്റിങ്ങിലൂടെ എടുക്കുമ്പോഴും അത് സമയം നമുക്കിത് എന്താ ഫോർജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, അതായത് ഒരു ഡൈക്കകത്ത് വെച്ചിട്ട് നമ്മൾ ഈ മെറ്റീരിയലിനെ ഹോട്ട് ചെയ്ത് ഈ ഷേപ്പ് ഉള്ള ഒരു ഡൈക്കകത്ത് വെച്ച് നമുക്ക് ഇതിനെ ഫോർജ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫോർജിങ് നടക്കുമ്പോഴത്തേന് ആ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കലി എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യണം, പക്ഷെ ഫെയിൽ ആവാൻ പാടില്ല അല്ലെ. പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യണം പക്ഷെ ഫെയിൽ ആവാൻ പാടില്ല, ആണോ? അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് അതായത് ഫോർജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ കോംപ്ലക്സ് ഷേപ്സ് ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സിനകത്തൂടെ നമുക്ക് കോംപ്ലക്സ് ഷേപ്പോ അല്ലെങ്കിൽ വയറോ അല്ലെങ്കിൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് കൂടെ ചെയ്യുന്നതിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡീപ്പ് ഓർ കോംപ്ലക്സ് shapes can be made as one piece, a single piece operation pressings rather than multi-step conventional pressings or multi-piece assemblies. അതായത് ഇതിപ്പോ പല പല അസംബ്ലീസ് ആയിട്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ അല്ല, നിങ്ങൾ ആരും റെസ്പോൺസ് ഇല്ല. ഞാനിനി നെറ്റ് കട്ടായതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചത്. അപ്പൊ നമുക്ക് കൺവെൻഷണൽ രീതിയിൽ നമ്മൾ ഇത് കാസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ പല പല ഘട്ടങ്ങളായിട്ട്. സൂപ്പർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ആ എലിവ് ടെമ്പറേച്ചറിൽ ആ ഒരു മെറ്റീരിയൽ ഏത് ഷേപ്പിനും സൈസിലോട്ട് വേണമെങ്കിലും നമുക്ക് അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് പ്ലാസ്റ്റിസിറ്റി ഉണ്ട് ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ. സോ എലിവേറ്റഡ് ടെമ്പറേച്ചർ റിക്വയർഡ് ടു പ്രൊമോട്ട് ദ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി ആൾസോ റെഡ്യൂസ് the flow stress of the material and therefore the force requirement. അതുകൊണ്ട് അപ്പൊ എലിവേറ്റഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇത്രയും പെട്ടെന്ന് ഡീഫോം ആവാത്ത നമ്മൾ അധികം ഫോഴ്സോ അല്ലെങ്കിൽ അധികം സ്ട്രെസ്സോ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല ആ ഒരു മെറ്റീരിയലിനെ പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുക. അതാണ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് സൂപ്പർ പ്ലാസ്റ്റിക് ഫോമിംഗ് എന്ന് പറയുമ്പോൾ ലോ ഫോമിംഗ് റേറ്റ്. ദിസ് ഈസ് കോമ്പൻസേറ്റഡ് ബൈ എലിമിനേറ്റിംഗ് കൺസിഡറബിൾ നമ്പർ ഓഫ് സബ്സിക്വന്റ് അസംബ്ലി ഓപ്പറേഷൻ, റിഡക്ഷൻ ഓഫ് ഫാസ്റ്റ് ഹോൾസ്, റിഡക്ഷൻ വെയിറ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ആൻഡ് ടൂളിംഗ് കോസ്റ്റ്. അതായത് ഇതിനകത്ത് നമുക്ക് ഒരു പ്രത്യേകത വെച്ചാൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ചില സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും ഈ ഫോമിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ഇതിന്റെ കോസ്റ്റ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ വരുന്ന മെത്തേഡിന് വരുന്ന ടൂളിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള വെയിറ്റ് കാര്യങ്ങളിലൂടെ നമുക്കത് എന്താ പറയുന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓൾമോസ്റ്റ് ഇത്രയാണ് നമുക്ക് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്താണ്, ക്രീപ്പ് എന്താണ്, ഫറ്റീഗ് എന്താണ്, ഫ്രാക്ചർ എന്താണെന്നുള്ള ഏരിയയിൽ അത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും. നമ്മളപ്പം നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ അടുത്തൊരു ടോപ്പിക് ഉണ്ട്, ആ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് ഇന്ന് തീരത്തില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ആ ടോപ്പിക്ക്. നമുക്ക് അടുത്ത ദിവസം അത് ബാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ PPT ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തായിരുന്നല്ലോ, ക്രീപ്പിന്റെ ഈ PPT ഗ്രൂപ്പ് ഷെയർ ചെയ്തായിരുന്നല്ലോ, ഷെയർ ചെയ്തില്ലേ? അപ്പൊ എല്ലാരും പഠിക്കുക. ഈ ഫറ്റീഗ്, ഫ്രാക്ചർ, ഫറ്റീഗ്, ക്രീപ്പ് ഇതിനകത്തുനിന്ന് ഒരു 20 മാർക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ 3 ടോപ്പിക്സ് ക്ലിയർ കട്ടായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. കാരണം 5ാമത്തെ മൊഡ്യൂളിനകത്തുനിന്ന് നിങ്ങൾക്ക് ഈ 3 ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 20 മാർക്സോളം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. പിന്നെ വേറൊരു ഏരിയ ഉള്ളതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതും വളരെ സിമ്പിൾ ആണ്, വളരെ കുറച്ച് സമയം. നമുക്ക് ആ 3rd മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും സമയം എടുത്ത് പഠിക്കേണ്ടി വരുന്നത്. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. ഞാനത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതുള്ള ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സിമ്പിൾ ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് വെക്കാം. നിങ്ങൾ 2nd, 3rd, 4th മൊഡ്യൂൾ അസൈൻമെന്റ് ചെയ്തില്ലേ? എഫക്ട് ഓഫ് അലോയിങ് എലമെന്റ്സ് ഓൺ
മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ വിഷമിക്കണ്ട, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് അതിനകത്തുള്ള സംശയങ്ങൾ, എനിക്കറിയാം കുറച്ച് പോർഷൻസ് ഒക്കെ സംശയം ഉണ്ടെന്ന്. പിന്നെ 2-3 പേരൊക്കെ എനിക്ക് അസൈൻമെന്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഒരാള് വിഷ്ണു നന്ദനാന്ന് തോന്നുന്നു, വിഷ്ണു നന്ദൻ എനിക്ക് അയച്ചു തന്നു, ഗൂഗിൾ ഡ്രൈവിനകത്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് അയച്ചു തന്ന 2-3 ആൾക്കാർക്ക് നല്ല രീതിയിൽ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ടോ ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് 3-4 പേര് അയച്ചു തന്നിട്ട് 3-4 പേരുടെ വീഡിയോസും എല്ലാം നല്ല ക്ലിയർ ആണ്. നല്ല ക്ലിയർ കട്ട് ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ, എങ്ങൊന്നും നോട്ട്സ് കോപ്പി ആയിട്ട് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കറക്റ്റ് നോട്ട്സ് എഴുതി അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരും അത് രീതിയിൽ പ്രസന്റ് ചെയ്യുക. അങ്ങനെ പ്രസന്റ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുമ്പോഴത്തേനും ആ ടോപ്പിക്ക് ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് കോമ്പോസിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ബാക്കി നമുക്ക് റിമൈനിങ് ക്ലാസ്സിൽ പഠിക്കാം. കോമ്പോസിറ്റ്സ്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ പഠിച്ചിരുന്നത് എന്താണ്? ഇത്രയും നാൾ പഠിച്ചിരുന്നത് ജനറൽ മെറ്റീരിയൽസിനെ കുറിച്ചാണ് അല്ലെ. കാസ്റ്റ് അയൺ, സ്റ്റീല്, അല്ലെങ്കിൽ അലൂമിനിയം അല്ലെ, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ കുറിച്ചാണ്. പക്ഷെ ആ ഒരു മെറ്റീരിയൽസിനൊക്കെ കുറെ ഡ്രോബാക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഒരു, നമുക്ക് ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ അലൂമിനിയത്തിന് ഒരു പ്രോപ്പർട്ടി കാണും, പിന്നെ നിക്കൽ ഒരു പ്രോപ്പർട്ടി കാണും, ക്രോമിയത്തിന് ഒരു പ്രോപ്പർട്ടി വേണം, പിന്നെ അല്ലെങ്കിൽ അങ്ങനെ പല മെറ്റീരിയൽസിന്റെ പല പ്രോപ്പർട്ടി കൂടെ കമ്പയർ ചെയ്ത് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് വേണ്ട പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കൺവെൻഷണൽ മെറ്റൽ അലോയ്സ് അല്ല അതിനകത്തുള്ളത്. കൺവെൻഷണൽ മെറ്റൽ അലോയ്സ് അല്ല അതിനകത്ത്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഒരു മെറ്റീരിയലിന് തന്നെ 2-3 മെറ്റൽസിന്റെ ഡിഫറെന്റ് ഫേസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഞാനത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അത്. പക്ഷെ അത് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്കിത് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിത് തിങ്കളാഴ്ച ബാക്കി പഠിക്കാം. കോമ്പോസിറ്റ്സ് എന്താണ്? കോമ്പോസിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി ഓഫ് അവർ okay. Many of our modern technologies require മെറ്റീരിയൽസ് വിത്ത് അൺയൂഷ്വൽ കോമ്പിനേഷൻ. നമുക്ക് ചില ആപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് നോർമൽ അലോയ്സ്, നോർമൽ പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ അല്ലെ, സ്പേസ് എഞ്ചിനീയറിംഗ് അല്ലെ, അതുപോലത്തെ ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേന് നമുക്ക് നോർമൽ അലോയ്സോ നോർമൽ മെറ്റൽ അലോയ്സോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താ പറയുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ നോർമൽ കൺവെൻഷണൽ അലോയ്സ്, കൺവെൻഷണൽ മെറ്റൽ അലോയ്സ് അല്ലെങ്കിൽ സെറാമിക്സോ അല്ലെങ്കിൽ പോളിമറിക് മെറ്റീരിയൽസ് കൊണ്ടോ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീക്വന്റ്ലി സ്ട്രോങ് മെറ്റീരിയൽസ് ആർ റിലേറ്റീവ് ഡെൻസ് ആൾസോ ഇൻക്രീസിംഗ് സ്ട്രെങ്ത് ഓർ സ്റ്റിഫ്നെസ് ജനറലി റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഇമ്പാക്ട് സ്ട്രെങ്ത്. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് ലാസ്റ്റ് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. Generally speaking, a composite is considered to be a multi-phase material that exhibit a significant proportion of properties of both constituent phases, such that a better combination of properties realized. Composite എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെട്രിക്സ് കാണും, ഒരു ബേസ് കാണും. ഈ ബേസിനകത്ത് വേറൊരു മെറ്റലിന്റെ ഫേസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുക ആണ്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് കോമ്പോസിറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുമോ, RCC എന്ന് വെച്ചാൽ എന്തുവാ? RCC എന്തുവാ? നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചില്ല RCC? എന്തുവാ RCC? അപ്പൊ അതൊരു കോമ്പോസിറ്റാ. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കോമ്പോസിറ്റ്. ഈ റീൻഫോഴ്സ്ഡ് സിമെന്റ് കോമ്പോസിറ്റ് കോൺക്രീറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളത്?
എന്തൊക്കെയാ ഉള്ളത്? നിങ്ങൾ തന്നെ പറ. ആ ഒരു കോമ്പോസിറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? എന്തൊക്കെയുണ്ട് പറഞ്ഞേ. എന്താ ഉള്ളത്? സ്റ്റീൽ ഉണ്ട് അല്ലേ? ആ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും? RCC ഉണ്ടാകും. അപ്പൊ RCC എന്ന ഒരു കോമ്പോസിറ്റ് ആയി അല്ലെ? അതിനകത്ത് ലോഡ്, ഇതിനകത്ത് മെട്രിക്സ് എന്ന് പറയുന്നത് എന്തുവാ? മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ മെറ്റല്, സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്സ് എല്ലാം കൂടെ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മെട്രിക്സ് ഉണ്ടാകുന്നത്. സ്റ്റീൽ എന്തുവാ അതിനകത്ത്? സ്റ്റീൽ അതിനകത്ത് ഉണ്ടാവും. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുക. ഇതിനകത്ത് ആരാ ലോഡ് ബിയറിംഗ് ആയിട്ട് വരുന്നത്? ലോഡ് ബിയറിംഗ് ആരാ? സ്റ്റീലാണ്. അപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. RCC എന്ന് പറയുമ്പോൾ നമുക്ക് കോൺക്രീറ്റിന്റെ RCC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോമ്പോസിറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനകത്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് ആ കോൺക്രീറ്റിനകത്ത് നമുക്ക് സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസ് കിട്ടും. സ്റ്റീല് നമുക്ക് നല്ല നമ്മുടെ ലോഡ് ക്യാരി ചെയ്യും. അതുകൊണ്ട് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഓരോ ഒരു കമ്പോണൻസും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് RCC എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു കോമ്പോസിറ്റ് നമുക്ക് കിട്ടുന്നത് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് മെറ്റൽസിന്റെ കേസിലും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ മെറ്റൽ കോമ്പോസിറ്റ് ഉണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓഫ് കമ്പൈൻഡ് ആക്ഷൻ, അപ്പൊ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റലാണോ ഉള്ളത്? രണ്ട് മെറ്റലാണോ ഉള്ളത്? പിന്നെ എങ്ങനെയാ? പല മെറ്റൽ മെട്രിക്സ്, ഒരു മേജർ മെട്രിക്സ് കാണും. അതിനകത്തോട്ട് വേറെ മെറ്റൽസ് നമ്മൾ എന്ത് കൊടുക്കും ഉണ്ടോ? ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തെടുക്കും? അതിന്റെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യും. സോ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ കമ്പൈൻഡ് ആക്ഷൻ ദ ബെറ്റർ പ്രോപ്പർട്ടി കോമ്പിനേഷൻ ഒബ്റ്റൈൻഡ് ബൈ അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഡിസ്റ്റിന്റ് മെറ്റൽസ്. അതായത് രണ്ടിലധികം മെറ്റൽസിന്റെ അപ്രോപ്രിയേറ്റ് കോമ്പിനേഷനിലൂടെ നമ്മളൊരു ബെറ്റർ കോമ്പിനേഷൻ ഉള്ള നമ്മളൊരു പ്രോപ്പർട്ടി ഉള്ള ഒരു കോമ്പോസിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞാൻ ഇൻട്രൊഡക്ഷൻ പാടുകൊണ്ട് ചെയ്തിട്ടോ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ നമുക്ക് എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുകയും ചോദിച്ചിട്ട്, നമുക്ക് ചില സമയത്ത് ഹൈ ടെമ്പറേച്ചർ ഓപ്പറേഷൻ വേണം, ചില സമയത്ത് ഹൈ എലാസ്റ്റിക് മോഡൽസ് വേണം, ചില സമയത്ത് ഹൈ സ്ട്രെങ്ത് വേണം. അപ്പൊ ഇതെല്ലാം ഒരു മെറ്റീരിയലിനകത്ത് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഹൈ സ്ട്രെങ്ത് വേണമെങ്കിൽ ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, ഹൈ എലാസ്റ്റിക് മോഡൽസ് വേണമെങ്കിൽ വേറൊരു മെറ്റീരിയൽ ആണ്, ഹൈ ടെമ്പറേച്ചർ ഓപ്പറേഷൻ വേണമെങ്കിൽ വേറൊരു മെറ്റീരിയൽ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ വരണമെങ്കിൽ ഇതിന്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽ വന്നെങ്കിൽ മാത്രമേ വരത്തുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് കൺവെൻഷണൽ മെറ്റൽ അലോയ്സ്, സെറാമിക്സോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഈ എല്ലാ പ്രോപ്പർട്ടീസും കൂടെ കിട്ടത്തില്ല ഇല്ലേ? എലാസ്റ്റിക് മോഡൽസ് വേണം, ഹൈ സ്ട്രെങ്ത് വേണം, ഹൈ ടെമ്പറേച്ചർ ഓപ്പറേഷൻ വേണം, ഇതെല്ലാം കൂടെ കിട്ടത്തില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിലെ റൈറ്റ് കോമ്പിനേഷൻ നമ്മൾ മിക്സ് ചെയ്ത് നമ്മളൊരു കോമ്പോസിറ്റ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേന് എയറോസ്പേസ് വരുന്നത്. എയറോസ്പേസ് ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്തായിരിക്കണം? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം അല്ലെ? ലൈറ്റ് വെയിറ്റ്. എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ എയർക്രാഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് എയർക്രാഫ്റ്റ് ബിൽഡ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റുമോ? എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കും. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്തും കൂടെ വേണം? സ്ട്രെങ്ത് വേണ്ടേ? അതായത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞ് സ്ട്രെങ്ത് ഇല്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എയറോസ്പേസ് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അത് അവിടെ മസ്റ്റ് ആണ്. ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ കൂടുതൽ ഫ്യൂല് വേണ്ടിയിട്ട് നമ്മുടെ കോസ്റ്റും എക്സ്പെൻസും എല്ലാം കൂടും. അപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, പക്ഷെ സ്ട്രെങ്ത് കൂടുതൽ വേണം. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ആപ്ലിക്കേഷൻസ്, പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് അല്ലെ? നമ്മള് കാറ് അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബോഡി ഉണ്ടാക്കാൻ ഓട്ടോമൊബൈലിന്റെ ബോഡിയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ പണ്ട് ഉപയോഗിച്ച മെറ്റീരിയലാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ഇതൊക്കെ നമുക്ക് ഫൈബർ മെറ്റീരിയൽ ഒക്കെ ഉപയോഗിക്കത്തില്ലേ, കോമ്പോസിറ്റ് ആയിട്ടുള്ള? പക്ഷെ അതിനെന്താണ്? വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ എന്താണ്?
സ്ട്രെങ്ത് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് കോമ്പോസിറ്റ്സ് ആണ്. അപ്പൊ എക്സാമ്പിൾസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കോമ്പോസിറ്റ്സ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള സിറ്റുവേഷൻ ആണ് പറയുന്നത്. അപ്പൊ എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സ് ഒക്കെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, സ്ട്രോങ് ആയിരിക്കണം, സ്റ്റിഫ് ആയിരിക്കണം, അബ്രാഷൻ റെസിസ്റ്റന്റ് ഉണ്ടായിരിക്കണം, ഇമ്പാക്ട് റെസിസ്റ്റന്റ് ഉണ്ടായിരിക്കണം, ഈസിലി കൊറോഡൻ ആകാൻ പാടില്ല. പക്ഷെ എന്തായിരിക്കണം, ലോ ഡെൻസിറ്റി ആവാം. ലോ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മാസ് ബൈ വോളിയം. അതായത് എന്താ, പെർ വോളിയത്തിലുള്ള മാസ് കുറവായിരിക്കണം, അതാണ് അല്ലെ. ഡെൻസിറ്റി വെച്ചാൽ മാസ് ബൈ വോളിയം, അതായത് പെർ വോളിയത്തിലുള്ള മാസ് കുറവായിരിക്കണം. അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിരിക്കണം എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സ് നോക്കുന്നത്. പക്ഷെ സ്ട്രോങ് ആയിരിക്കണം, സ്റ്റിഫ് ആയിരിക്കണം, അബ്രേഷൻ റെസിസ്റ്റന്റ് ആയിരിക്കണം, ഇമ്പാക്ട് റെസിസ്റ്റന്റ് ആയിരിക്കണം, ഈസിലി കൊറോഡ് ആവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഒറ്റ ഒരു മെറ്റീരിയലിൽ കൊണ്ട് കിട്ടുമോ? അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഒറ്റ മെറ്റീരിയലിൽ കൊണ്ട് കിട്ടുമോ? ഒരു മെറ്റീരിയലിൽ കൊണ്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തെടുക്കുന്നു, കോമ്പിനേഷൻ ഓഫ്, അപ്പൊ നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടത് അതിന്റെ എല്ലാം റൈറ്റ് കോമ്പിനേഷൻ എടുത്ത് നമ്മളൊരു കോമ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോസിറ്റ് ഉണ്ട്. അത് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് കോമ്പോസിറ്റ് ആയിട്ട്, അതിന്റെ ബേസ് ചെയ്ത് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷന്റെ മേജർ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. തിങ്കളാഴ്ച വരുന്ന ദിവസം നമ്മൾ ഇതിന്റെ ബാക്കി നമ്മൾ ഈ ഒരു സെക്ഷന്റെ ബാക്കി തിങ്കളാഴ്ച നമ്മൾ ഫിനിഷ് ചെയ്യും. പിന്നെ നമ്മൾ 4th മൊഡ്യൂളിലെ നിങ്ങളുടെ അസൈൻമെന്റ് സെക്ഷൻ ഡിസ്കഷൻ നമുക്ക് ചൊവ്വാഴ്ച ചെയ്യാം. അതോടുകൂടി നമ്മുടെ സീരീസിനോടുള്ള പോർഷൻ നമ്മൾ അതോടുകൂടി വൈൻഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ പോർഷൻസും എല്ലാം നമ്മൾ സീരീസ് നമുക്ക് 11, 12, 13 വരെ സീരീസാണ്. 13 സീരീസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കിടക്കുക അല്ലെ. 18-ാം തീയതി നമുക്ക് സമയമുണ്ട്. അത്രയും ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള പോർഷൻസ്, ചെറിയ ചെറിയ പോർഷൻസ്, മിസ്സായ പോർഷൻസും പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള റിവിഷനും എല്ലാം നടത്തി നമുക്ക് ശരിയാക്കാം.